നാട്ടിൽ വരുമ്പോൾ കഴിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതുമ്പോൾ അതിലൊരിക്കലും മറന്നു പോവാത്ത എപ്പോഴും ഇടം പിടിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അതാ ഈ പാലട പായസം. ഞാൻ എത്ര തല കുത്തി മറിഞ്ഞു നിന്ന് ഉണ്ടാക്കാൻ നോക്കിയാലും ഈ ഒരു ടെക്സ്ചറും ഈ ഒരു ടേസ്റ്റും കിട്ടാറില്ല. പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് ഏറെക്കുറെ ഈ ഒരു കളറൊക്കെ ഞാൻ ഒപ്പിച്ചെടുക്കാറുണ്ട്. പക്ഷെ ആ സദ്യക്ക് കിട്ടുന്ന പാലട പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് എത്രയൊക്കെ തലകുത്തി മറിഞ്ഞാലും എനിക്ക് കിട്ടാറില്ല കേട്ടോ. നാട്ടിലേക്ക് വരുമ്പോൾ എന്തായാലും കഴിക്കണം എന്നും പറഞ്ഞിട്ട് വരുന്ന ഒരു സാധനമാണ് പാലട പായസം. ഈ പ്രാവശ്യം ഓണസമയത്ത് നാട്ടിലേക്ക് വന്നുകൊണ്ട് തന്നെ ഒരുപാട് തവണ പാലട പായസം കഴിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ വന്ന് ആദ്യമായിട്ട് കഴിച്ച പാലട പായസമാണ്. നാട്ടിൽ ഞാൻ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് സൂര്യ കാറ്ററിങ്ങിലെ സാബുക്കയാണ് കേട്ടോ ഈ ഒരു പാലട എനിക്ക് വേണ്ടിയിട്ട് കൊടുത്തു വിട്ടത്. ഇത് കഴിക്കുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു എനിക്കെന്നറിയോ. പാലട പായസത്തിനൊരു പ്രത്യേകത ഉണ്ട്. അതിന് 3 ടേസ്റ്റാണ്. എപ്പോഴൊക്കെയാണെന്നല്ലേ, നല്ല ചൂടോടെ പാലട പായസം കഴിക്കുമ്പോഴുള്ള രുചിയായിരിക്കില്ല നോർമൽ ടെമ്പറേച്ചറിൽ കഴിക്കുമ്പോൾ. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പാലട പായസം കഴിക്കണം. അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആട്ടോ. ഈ ഒരു 3 എൻ്റെ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കണ പാലട പായസം തന്നെയാണ്. ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്നും കൂടെ പറയണേ. അപ്പം എന്നാൽ ശരി, പിന്നെ കാണാം കേട്ടോ.